ഹലോ എവ്രി വൺ, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. അപ്പോൾ കുറച്ച് ദിവസമായി അല്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പം സുഖമില്ലാത്തതുകൊണ്ടായിരുന്നു കേട്ടോ വീഡിയോസൊക്കെ ഇടാൻ ലേറ്റായി പോയേ. ഇതും നേരത്തെ എടുത്ത് വെച്ച വീഡിയോ തന്നെയാണ്, ഇടാൻ കുറച്ച് നേരം വൈകിപ്പോയതാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ നമുക്ക് ഗുജറാത്തി ട്രഡീഷണൽ ഡിഷായ പാത്ര എന്നുള്ള സാധനം നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ പിന്നെ നമുക്കാണെങ്കിൽ രാത്രി ഡിന്നറിനാണെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഡിഷ് അത്. അപ്പോൾ നമുക്കിതുപോലെ ചേമ്പല കിട്ടും കേട്ടോ. നമുക്കിവിടെ മാർക്കറ്റിലൊക്കെ 250 ഗ്രാം ചേമ്പ്, നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് മുറ്റത്തൊക്കെ അയ്യത്തൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതാണെങ്കിൽ എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ കാശ് കൊടുത്ത് വേണം സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ 250 ഗ്രാം ഇതുപോലെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് കഴുകി നല്ലൊരു തുണിയും കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ കട്ടിയുള്ള ഇതിന് നാരുകളൊക്കെ ഇല്ലേ, നമുക്ക് തോന്നുന്ന തണ്ടുകളൊക്കെ, അതെല്ലാം നമ്മൾ മുറിച്ച് കളയാം കേട്ടോ. കനം കുറഞ്ഞൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കനം കൂടുതലുള്ളതാണെങ്കിൽ അത് മുറിച്ച് കളയണം. നമുക്ക് ഫോൾഡ് ചെയ്യുമ്പോൾ അത് ഇച്ചിരി പാടായിരിക്കും കേട്ടോ. ഇലകളൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ഇതുപോലെ നമുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കാണെങ്കിൽ എങ്ങനെ ഇതുണ്ടാക്കാൻ നമുക്കൊന്ന് കാണാം. കുറച്ചാണെങ്കിൽ ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളിയാൻ ഇതുപോലെ കുതിർത്തി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കാണെങ്കിൽ അത് ഒരു 1-2 ടേബിൾ സ്പൂൺ ശർക്കരയും ഇട്ട് കൊടുക്കാം. ഇതുകൊണ്ട് നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ നമ്മൾ ചേമ്പല യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും പുളി ഒഴിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ ചൊറിച്ചിലൊക്കെ വരാനായിട്ട് നമുക്ക് വായിലോ അല്ലെങ്കിൽ കഴുത്തിലൊക്കെ നമുക്ക് തോന്നുമെങ്കിൽ ചൊറിച്ചിൽ വരുന്ന തോന്നും കേട്ടോ. അപ്പോൾ അത് കാരണം അത് വരാതിരിക്കാൻ നമ്മളിങ്ങനെ ചെയ്യുന്ന പുളിവെള്ളം ഒഴിക്കുന്നത് കേട്ടോ. നിർബന്ധമായിട്ട് ഒഴിക്കണേ, മറന്നു പോകുമല്ലേ. ഇനി ഞാനാണെങ്കിൽ 500 ഗ്രാം കടലമാവ് എടുത്തിട്ടുണ്ട്. അത് നമുക്കാണെങ്കിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ചതച്ചെടുത്തിട്ട്, പച്ചമുളകൊക്കെ ഞാൻ എരിവ് ഇച്ചിരി അധികം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി എരിവ് മുന്നിട്ട് നിൽക്കണം, എന്നാലേ കഴിക്കാൻ ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. ഒരു 10 പച്ചമുളകൊക്കെ എരിവുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം നമ്മൾ ഇട്ട് നമ്മൾ ചതച്ചെടുക്കുക. പിന്നെ പുളിയും ശർക്കരയും കൂടെ നമ്മൾ മിക്സാക്കി വെച്ചില്ലേ, അത് നമുക്ക് പിഴിഞ്ഞ് അതും ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മീഡിയം തിക്ക് ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഉപ്പിടണ്ട കേട്ടോ. ഇതെല്ലാം മിക്സ് ആയതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മീഡിയം തിക്ക് ബാറ്റർ, ഒത്തിരി വെള്ളം പോലെ ആക്കല്ലേ, അല്ലെങ്കിൽ പിന്നെ എല്ലാം ഒലിച്ചങ്ങ് പോവും. പിന്നെ ആണെങ്കിൽ മാവില്ലെങ്കിൽ കഴിക്കാൻ അത്ര ടേസ്റ്റും വരത്തില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് സ്പ്രെഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മളാണെങ്കിൽ നോക്കണം കേട്ടോ, ഉപ്പോ പുളിയോ എരിവൊക്കെ എല്ലാം പാകത്തിനുണ്ടോ ഇല്ലയോ എന്ന്. എന്നിട്ട് നമ്മളിത് സ്പ്രെഡ് ചെയ്യുക. തിരിച്ച് വെച്ചിട്ട് നമുക്ക് വേണം ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ ഉടനെ നേരെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഭാഗം തിരിച്ച് വെച്ചു കൊടുത്ത് ഇങ്ങനെ 3 എണ്ണമായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നു കേട്ടോ. ഒത്തിരി തിക്കായിട്ട് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഉള്ളു വരെ വേവുണ്ട് ഇത്, അപ്പോൾ ഇച്ചിരി സമയം പിടിക്കും കേട്ടോ. നമ്മൾ ഒത്തിരി കട്ടിയത്തോടെ വെച്ച് ആക്കി കഴിഞ്ഞാൽ ഉള്ളു വേവാൻ ഭയങ്കര താമസമായിരിക്കും. അത് തന്നെയല്ല, ചിലപ്പോൾ വെന്തിലൊന്നും ഇരിക്കും കേട്ടോ. അതുകൊണ്ട് അതങ്ങനെ വരാതിരിക്കാനാണ് 3 എണ്ണം അയച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഈ മാവെല്ലാം പുറത്തോട്ട് വരാതിരിക്കാൻ നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ, ഫോൾഡ് ചെയ്യുമ്പോൾ. അപ്പോൾ അതേ നന്നായിട്ട് ഇതുപോലെ ഒന്ന് നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്ത് കൊടുക്കണേ. ഞാനാണെങ്കിൽ ഇഡ്ഡലി തട്ടിനകത്താണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാനാണെങ്കിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നായി ചൂടായി കഴിയും. നമുക്കത് ഓരോ റോൾ നമ്മൾ റെഡിയാക്കുന്നത് അതിനകത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 20 തൊട്ട് 25 ഒരു അരമണിക്കൂറിൻ്റെ സമയം വരെ നോക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണേ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു പിച്ചാത്തിയോ വല്ലതും വെച്ച് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് റെഡിയായെന്ന. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് റോളായിട്ട് കനം കുറച്ച് നമ്മൾ മുറിച്ചെടുക്കണം കേട്ടോ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാൻ മറന്നുപോലെ. അപ്പോൾ ഇതിനു വേണ്ടിയായിട്ട് നമുക്ക് നല്ല അടിപൊളി തടുക്ക റെഡിയാക്കി എടുക്കാം. ഒരു കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഇച്ചിരി അധികം ക്വാണ്ടിറ്റിയിൽ എടുക്കണേ. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും 1 ടേബിൾ സ്പൂൺ എള്ളും കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും. എരിവ് നമുക്ക് കുറവാണെന്നൊന്ന് ടേസ്റ്റ് നോക്കണം കേട്ടോ. അന്ന് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് എരിവും കൂടെ ഇട്ട് കൊടുക്കും. മുളക് പൊടി ഇച്ചിരി ഇട്ട് കൊടുക്കാം. പിന്നെ എണ്ണയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. ഒരു 1-2 നുള്ളി ഉപ്പ് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഈ പാത്രം റെഡിയാക്കി വെച്ചേക്കുന്നില്ല, അത് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിയാണ്, നല്ല സ്പൈസി ആയിട്ട് കഴിക്കാൻ നല്ല അടിപൊളി കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുന്നൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോലെ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.